ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഷാൻഷബ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല. അത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ടൊരു ബെല്ലൈക്കൺ കാണും, ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസിന് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണ്ണം എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ചെറിയൊരു പാർട്സായിട്ട് ആണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇനി കുറച്ച് ദിവസത്തിന് റെസിപ്പീസ് വീഡിയോസ് ഉണ്ടായിരിക്കുമെന്നല്ല, കാരണം കല്യാണത്തിൽ തിരക്കും അത് കാരണമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. ഫുഡിൻ്റെ സംഭവമൊന്നും ഉണ്ടാക്കാത്ത ടൈമില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ 2 ദിവസമാണ് കല്യാണം. കാരണം അപ്പോൾ കുറച്ചായിട്ട് ആൾക്കാരെ പറ്റുള്ളൂ എന്ന് അറിയാം. അതുകൊണ്ട് 2 ദിവസമായിട്ടാണ് കല്യാണം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, എനിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. ഒരു കുഴപ്പം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഒരു കുഴപ്പമില്ല നമ്മുടെ കല്യാണം ഒന്ന് ഉഷാറ് നടക്കാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ കുറച്ച് ഇപ്പോഴത്തെ റേറ്റ് കുറച്ച് കൂടുതലല്ല, നമ്മളെ കഴിവിനനുസരിച്ചിട്ടുള്ള സ്വർണ്ണം എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലായിരുന്നു സ്വർണ്ണം എടുക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോ ആണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി കല്യാണം കഴിഞ്ഞ് കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മുടെ വ്യൂസ് കുറയുമെന്നൊക്കെ നല്ല ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷെ ഞാൻ ഞങ്ങൾ സ്വർണ്ണം എടുക്കാൻ പോയത് കവിതയ്ക്കാണ്. ഭയങ്കര ലേറ്റസ്റ്റ് കളക്ഷനാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. സിമ്പിളാണെങ്കിലും ഒരുപാട് ഇഷ്ടമായി. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് കല്യാണത്തിന് അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ വീഡിയോ ഇടുമ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് അവിടുത്തെ സെയിൽസ്മാനെ ഞങ്ങൾക്ക് എല്ലാം അറേഞ്ച് ചെയ്യാണ്. ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പോൾ അന്ന് നേരത്തിൽ ഞാൻ അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ നേരത്തിൽ അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാകും. എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ റെസിപ്പീസ് വീഡിയോ ഇടുന്നില്ല പറഞ്ഞിട്ട് ഒരിക്കലും എൻ്റെ സബ്സ്ക്രൈബിൽ നിന്നും റിമൂവ് ആയി പോകരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം എൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റ് കിട്ടുന്നു. കാരണം കല്യാണത്തിന് അവർക്ക് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഇപ്പോഴത്തെ കൊറോണ ടൈമല്ലേ. അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ഒരു ഗിഫ്റ്റ് എന്താണ് ഈ ഒരു ബോക്സ്. അത് അൺബോക്സ് ചെയ്യുന്നത് ഉപ്പയാണ്. ഉപ്പ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉപ്പാനെ കൊണ്ട് തന്നെ അൺബോക്സ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അതിൽ 3 ബോക്സായിരുന്നു. 3 ബോക്സും നല്ല അടിപൊളി പ്ലേറ്റ്സാണ്. ഇത് ചെറുതാണ്, ഇതിൻ്റെ വലുതാണ് അതിലുള്ള പ്ലേറ്റ്സ്. നല്ല കനമുള്ള പ്ലേറ്റ്സ് തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവരുടെ ഗിഫ്റ്റ്സൊക്കെ. പിന്നെ അതേപോലത്തെ ഒരു 4 ബൗൾസും ഉണ്ടായിരുന്നു. എല്ലാവരും 4 തന്നെയായിരുന്നു. ഈ നെക്സ്റ്റ് ഉള്ളത് അവർ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ ഒരു ബാഗിൽ കുറച്ച് ഗിഫ്റ്റ്സാണ് ഉണ്ടായിരുന്നത്. ഇതാണത്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. സംഭവം എല്ലാവർക്കും അറിയാം, പക്ഷേ ഞങ്ങൾക്കിത് ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. തന്നതിൽ, ഈ ഗിഫ്റ്റ് തന്നതിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് ടിഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മൾ കൈ തുറക്കുന്നതല്ല, മുഖം ക്ലീൻ ചെയ്യുന്നതായിരുന്നു. പിന്നെ ഈ ബാഗ് ഉമ്മാക്ക് ഒരുപാട് ഇഷ്ടമായി. ഉമ്മ അടുത്തുണ്ട്, പക്ഷേ എന്നാലും ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഇതിൽ ഞാൻ കുറച്ച് സൗണ്ട് കട്ട് ചെയ്തിട്ടില്ല. അതിൽ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. അവൻ്റെ സൗണ്ട് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇത് കപ്പാണ്, നമ്മൾ ഫോട്ടോ പ്രിൻറ്റിങ് ആക്കിയ വൈറ്റ് കപ്പ്, ആ കപ്പാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതിൽ ഫോട്ടോ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. എനിക്കത് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇത് ക്ലോക്കായിരുന്നു. അങ്ങനെ വലിയ ക്ലോക്കൊന്നുമില്ല, ഒരു മീഡിയം സൈസുള്ള ക്ലോക്ക്.
സാധാരണ ഒരു ക്ലോക്ക്, വലിയ മോഡലൊന്നുമില്ല, സിമ്പിളായിട്ടൊരു ക്ലോക്കായിരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വർണ്ണം എടുക്കാൻ പോകാനുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇതിൻ്റെ കല്യാണത്തിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത എപ്പിസോഡ് വരാം. പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണേ.